ഹായ് ഓൾ. ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ ചെറിയ കാലത്ത്, അതായത് നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഓഗസ്റ്റ് 15 എന്ന് പറയുമ്പോൾ സ്കൂളിൽ ഒരു അവധി കിട്ടും, അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷെ കുറച്ചും കൂടെ ഒക്കെ വലുതായി കഴിഞ്ഞപ്പോൾ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലായി. അതായത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭരണത്തിൽ നിന്നും, അടിമത്തത്തിൽ നിന്നും നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതുവെളിച്ചത്തിലേക്ക് നീങ്ങിയ ദിനമാണ് ഓഗസ്റ്റ് 15. ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ വന്നു, ഒരുപാട് ആക്റ്റുകൾ നമുക്ക് വേണ്ടി അവർ പാസ്സാക്കി. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് ചരിത്രത്തിൽ. ഈ ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി പാസ്സാക്കിയ അവസാനത്തെ ആക്റ്റായ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് വഴി 1947 ഓഗസ്റ്റ് 15 നമ്മൾ ഒരു സ്വാതന്ത്ര്യം നേടുകയാണ്. ആ സമയത്ത് നമുക്ക് ഒരു ചെറിയ വിഷമവും ഉണ്ടായി. അതെല്ലാവർക്കും അറിയാം. നമ്മുടെ ഒരു ഭാഗമായിരുന്നു പാകിസ്ഥാൻ, അത് ഇന്ത്യയിൽ നിന്നും മാറ്റി. ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന അവരുടെ ഡിവൈഡ് ആൻഡ് റൂൾ, ആ ഒരു ഭിന്നിപ്പിച്ച് ഭരിക്കുക, ആ ഒരു ഭരണ നയം, അത് നമ്മുടെ ഇന്ത്യ എന്നും പാകിസ്ഥാൻ എന്നും രണ്ടായിട്ട് തിരിക്കാൻ കാരണമായി. അപ്പോൾ ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടി. ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്നു. പക്ഷേ ഇത് ഒരു ദിവസം പെട്ടെന്ന് കിട്ടിയതാണോ? അല്ല. നമ്മുടെ ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവൻ വരെ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് 1 മിനിറ്റെങ്കിലും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ച നമ്മുടെ മഹത് വ്യക്തികളെയൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. അപ്പോൾ ഇവർ കുറേ ആളുകളെയൊക്കെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പഠിക്കുന്നുണ്ട്, കുറച്ച് പേരൊക്കെ അറിയപ്പെടാതെയും പോയിട്ടുണ്ട്. സോ നമ്മളിപ്പം നോക്കാൻ പോകുന്നതിൽ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇത് വളരെയധികം പ്രാധാന്യമുള്ള കുറച്ച് വ്യക്തികൾ, അവരുടെ കോൺട്രിബ്യൂഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്, നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വ്യക്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കുമാർജി എന്ന കെ കുമാർ. ശരിക്കും പേര് കുമാർജി എന്നാണ്, കെ കുമാർ എന്നാണ് പേര്. നമ്മളൊക്കെ പറയുന്നത് കുമാർജി എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വളരെയധികം കിട്ടാൻ വേണ്ടിയിട്ട് ഗാന്ധിയൻ പ്രവർത്തനങ്ങളിൽ, അതായത് ഗാന്ധിജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ച ഒരു പ്രശസ്തനായ വ്യക്തിയാണ് കുമാർജി. ഇദ്ദേഹം തൻ്റെ പഠനം പോലും ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം നിർത്തിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം തന്നെ മാറ്റിവെച്ച വ്യക്തിയാണ്. നമ്മുടെ നെഹ്റു സർക്കാരിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. അതുപോലെ തിരുവിതാംകൂറിലെ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന ഇദ്ദേഹം, ഗാന്ധിജി 5 പ്രാവശ്യം കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കേരള സന്ദർശനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സമയങ്ങളിൽ അതിൻ്റെയൊക്കെ ചുമതലയൊക്കെ വഹിച്ചിരുന്ന വ്യക്തിയാണ്. പിന്നെ നമുക്ക് INC എന്ന് പറയുന്ന ഒരു സംഘടന 1885 ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സംഘടനയിൽ തുടക്കത്തിൽ അധികം ആരും നമ്മുടെ കേരളത്തിൽ നിന്നില്ലായിരുന്നു. ബാരിസ്റ്റർ GP പിള്ള, C ശങ്കരൻ നായർ, അങ്ങനെ കുറച്ച് പേരൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നുള്ളൂ. അപ്പം ആ ഒരു സമയത്ത് ഈ INCയിൽ അംഗമായ വ്യക്തിയാണ് ഇദ്ദേഹം. 1912 ഇദ്ദേഹം INCയിൽ അംഗമായിട്ടുണ്ട്. പിന്നെ കുറച്ച് നാൾ അദ്ദേഹം ഉത്തരേന്ത്യയിലൊക്കെ ഗാന്ധിജിയുടെ ഉപദേശപ്രകാരം അവിടെയൊക്കെ നമ്മുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പരിപാടികളിലും ഒക്കെ പങ്കെടുക്കാനായിട്ട്, അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരങ്ങളിൽ ജനങ്ങളെ ആഹ്വാനം ചെയ്യാനും ഒക്കെ പോയി പിന്നീട് സ്വന്തം നാട്ടിലേക്കൊക്കെ തിരിച്ചെത്തിയ വ്യക്തിയാണ് കുമാർജി എന്ന കെ കുമാർ. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്. കേരളത്തിൻ്റെ വീരപുത്രൻ, കേരളത്തിൻ്റെ സുഭാഷ് ചന്ദ്രബോസ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്. പ്രവാചകനായ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിൽ ഇദ്ദേഹം ഒരു പത്രം ആരംഭിച്ചിട്ടുണ്ട്. ആ പത്രത്തിൻ്റെ പേരൊന്ന് ഓർത്തു വെച്ചേക്കും മക്കളെ. ഏതായിരുന്നു? അല്ലമീൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലമീൻ എന്ന് പറയുന്ന പത്രം. കൊടുങ്ങല്ലൂരിലാണ് അദ്ദേഹം ജനിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ മലബാറിൽ ദേശീയ പ്രസ്ഥാനം അതിൻ്റെ ശക്തി ആർജിക്കാൻ വളരെ വലിയൊരു റോള് വഹിച്ച ഒരു വ്യക്തിയാണ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ സാഹിബ്. കേരളത്തിൻ്റെ വീരപുത്രനാണ്, സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്തത് കേളപ്പൻ. കേളപ്പൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ മൈൻഡിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ പോയില്ലേ. കേളപ്പൻ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ ഗാന്ധിജി വളരെയധികം, കേരള ഗാന്ധി എന്നാണ് കേളപ്പനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. തവനൂർ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച വ്യക്തിയാണ് കേളപ്പൻ.
സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പോരാളിയാണ്, അതുപോലെ ഗാന്ധിയനാണ്, തികഞ്ഞ ഒരു ഗാന്ധിയനായിരുന്നു കേളപ്പൻ. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്തു. സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഉപ്പ് സത്യാഗ്രഹം, അല്ലേ? അപ്പൊ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം സ്റ്റാർട്ട് ചെയ്ത അതേ സമയത്ത് തന്നെ കേളപ്പൻ കേരളത്തിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പനാണ്, അത് നമുക്കറിയാം. അതേപോലെ നമ്മുടെ ഗാന്ധിജി നടത്തിയ, അതായത് ബ്രിട്ടീഷുകാർ നമുക്ക് ഓഗസ്റ്റ് ഓഫറൊക്കെ വന്നു. ഈ ഒരു ഓഗസ്റ്റ് ഓഫർ പരാജയപ്പെട്ടപ്പോൾ ഗാന്ധിജി ഒരു സമരം തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡിവിജ്വൽ സത്യാഗ്രഹ അല്ലെങ്കിൽ വ്യക്തി സത്യാഗ്രഹം. ഈ ഗാന്ധിജി നടത്തിയ ഏറ്റവും ദുർബലമായ സമരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ സത്യാഗ്രഹ അല്ല, വ്യക്തി സത്യാഗ്രഹമാണ്. ഈ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് കേളപ്പനെ ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും കാരണം നമ്മുടെ കേരളത്തിൽ പണ്ട് ജാതി വ്യവസ്ഥ വളരെ കൂടുതലായിരുന്നു. താഴെത്തട്ടിൽപ്പെട്ടവർക്ക് അല്ലെ താഴെ ജാതിയിൽപ്പെട്ടവർക്ക് ക്ഷേത്രങ്ങളിൽ കയറാനുള്ള പ്രവേശനമില്ല. അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നുണ്ട്. ഈ സമരത്തിൽ കേളപ്പൻ ഇതിന് നേതൃത്വം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ പങ്കെടുത്ത പല നേതാക്കന്മാർക്കും ക്രൂരമായിട്ടുള്ള മർദ്ദനമുറകളാണ് നേരിടേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും ഗാന്ധിയനായിരുന്ന കേളപ്പൻ ഗാന്ധിജിയുടെ അതേ പാത, അതായത് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമാണ് അദ്ദേഹം സ്വീകരിച്ചത്. നമ്മൾ ആരെയും ഉപദ്രവിക്കില്ല, ആരെയും ആ ഒരു പോളിസിയായിരുന്നു ഉണ്ടായിരുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് കേളപ്പൻ നിരാഹാരം കിടക്കുന്നുണ്ട്. പിന്നെ ഗാന്ധിജി ഇടപെട്ടിട്ടാണ് നിരാഹാരം അവസാനിപ്പിക്കുന്നത്. അടുത്തത് നമുക്കൊക്കെ അറിയാവുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്കാമ ചെറിയാൻ. അതായത് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് അക്കാമ ജനിക്കുന്നത്. അപ്പോൾ ഈ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടിരുന്ന അക്കാമ ചെറിയാൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിൻ്റെ സംഭാവനയായ ധീര വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് അക്കാമ ചെറിയാനാണ്. അതായത് നമ്മുടെ തിരുവിതാംകൂറിൽ ഉത്തരവാദിത്ത ഭരണം വേണം, അതിനുവേണ്ടി പ്രക്ഷോഭം നടക്കുന്നുണ്ട്. ആ സമയത്ത് ഇതിന് നേതൃത്വം കൊടുത്തത് സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അറിയപ്പെടുന്നത് ഡിക്റ്റേറ്റർമാരെന്നാണ്. അപ്പം 11 ഡിക്റ്റേറ്റർമാരെയും ജയിലിലടച്ചു. ആ സമയത്ത് 12ാമത്തെ ഡിക്റ്റേറ്ററായിട്ട് അതിൻ്റെ സ്ഥാനമേറ്റത് നമ്മുടെ അക്കാമ ചെറിയാനായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാജാവിൻ്റെ പിറന്നാൾ ദിവസമാണ്. ഈ ആയിരക്കണക്കിന് വോളണ്ടിയർമാരാണ് ഈ നമ്മുടെ കൊട്ടാരത്തിലേക്ക് മാർച്ച് ചെയ്യുന്നത്. അപ്പോൾ പട്ടാളക്കാർ വെടിവെക്കാനായിട്ട് തോക്കെടുത്തു. അപ്പോൾ ഈ അക്കാമ ചെറിയാൻ പറഞ്ഞ എന്താണെന്നറിയാവോ? ഞാനാണ് നേതാവ്, എനിക്ക് നേരെ ആദ്യം വെടിയുതിർക്കൂ എന്നാണ് അക്കാമ ചെറിയാൻ പറയുന്നത്. അത്ര ധീരയായ വ്യക്തിയായിരുന്നു അക്കാമ ചെറിയാൻ. അപ്പോൾ ഇവർക്ക് അന്ന് വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള അക്കാമയുടെ ധീരത കേട്ടറിഞ്ഞ ഗാന്ധിജിയാണ് ഝാൻസി റാണി, തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് അക്കാമ ചെറിയാനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ഇതും നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ധീര വനിത തന്നെയാണ് അക്കാമ ചെറിയാൻ. അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ് ജീവിതം ഒരു സമരം. ഈ ജീവിതം ഒരു സമരം മാറ്റി ഒരു ഇടയ്ക്കൊന്നൊന്ന് വെട്ടിക്കേ, ജീവിത സമരമാണെങ്കിൽ അത് ആരുടെ ആത്മകഥയാകും? സി കേശവനും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. സിംഹം, തിരുവിതാംകൂറിലെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് സി കേശവനാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് വ്യക്തികൾ, AKG പാവങ്ങളുടെ പടത്തലവൻ AKG, അതുപോലെ സഖാവ് എന്ന പേരിൽ അറിയപ്പെട്ട ആദ്യ വ്യക്തി P കൃഷ്ണപിള്ള, ഇങ്ങനെ ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതം തന്നെ നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് നമുക്കുള്ള ഈ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അവരുടെ ജീവൻ തന്നെ ബലിയർപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അതിനുവേണ്ടി അവർ പോരാടിയ വ്യക്തികളാണ്. സോ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ നമുക്ക് അവരെയൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. അവരുടെ എത്രയോ കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. ഇതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതു വെളിച്ചം തന്നെ നമുക്ക് 1947 ശേഷം കിട്ടുകയാണ്. അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പേര്, അതായത് പ്രധാനപ്പെട്ടതും വലുതായിട്ടൊന്നും ആളുകളിൽ അറിയപ്പെടാത്തതുമായ കുറച്ച് വ്യക്തികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കിയത്. സോ താങ്ക് യു.